ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഞാൻ വീശൊന്നും അടിക്കാതെ കൈകൊണ്ട് പരത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി പൊറോട്ട ഉണ്ടാക്കാനൊക്കെ അറിയാത്തവർക്ക് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ മൈദയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്. ഇതൊന്ന് പൊട്ടിച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം. എത്രത്തോളം സോഫ്റ്റ് ആക്കി കുഴക്കാൻ പറ്റുമോ അത്രത്തോളം കുഴക്കാം. ഇതിലോട്ട് കുറേശ്ശായി വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടെ ലൂസിലാവണം കുഴക്കുന്നത്. ഇത് അത്യാവശ്യം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഇത്തിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഒരു നനഞ്ഞ ടവൽ ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം. ഇത് ഞാൻ 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഞാൻ ഇത് എടുത്ത് മാറ്റി നോക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ. ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ എടുക്കാം. ഈ ഒരു വലുപ്പമാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് പരത്തണം. ഇത് ഞാൻ അത്യാവശ്യം കട്ടില്ലാതെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മൈദ ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇതുപോലെ ഒരു അറ്റെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഇതാണ് ഈ ലെയറായിട്ട് ഫോം ചെയ്യുന്നത്. എത്രത്തോളം ചെറുതാക്കി മടക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി മടക്കുക. ഇപ്പം ഇതെല്ലാം ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി പറ്റുന്ന അത്ര ഇതൊന്ന് നീട്ടാം. ഇനി ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇത്തിരി എണ്ണ ഒന്ന് തടവി കൊടുക്കണം ഇതിൻ്റെ മുകളിലോട്ട്. ഇതിനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് കയ്യിൽ വെച്ചിട്ടും ഇങ്ങനെ ചുരുട്ടിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിൽ കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായി പരത്തിയെടുക്കാം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ പരത്തിയാലും മതി. കൈയിൻ്റെ ഈ സൈഡ് വെച്ചിട്ട് വേണം പരത്താൻ. ഇപ്പം ഞാനിത് പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനി ഇതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു സൈഡ് നമുക്ക് നെയ്യ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. അടുത്ത സൈഡ് ഇതുപോലെ നെയ്യ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇപ്പൊ ഇത് അടിച്ചിട്ടുണ്ട്, നല്ല ലേയേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നല്ല ലേയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീശി അടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഇനി പൊറോട്ട ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.